സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിൽ ഇന്നും തീരുമാനമായില്ല. കേസ് പഠിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. ജനുവരി 15-ന് കേസ് വീണ്ടും പരിഗണിക്കും. മകന്റെ മോചനം വേഗത്തിലാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് റഹീമിന്റെ മാതാവ് പറഞ്ഞു. ജൂലൈ 2-ന് റഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദ് ചെയ്തിരുന്നു. ഇതിനുശേഷമുള്ള സുപ്രധാന ഉത്തരവാണ് ഇന്ന് പ്രതീക്ഷിച്ചത്. ഇന്ന് രാവിലെ 11:30-ന് കേസ് പരിഗണിച്ചുവെങ്കിലും വാദം പൂർത്തിയായില്ല. കേസ് കൂടുതൽ പഠിക്കാനായി മാറ്റിവെക്കുകയായിരുന്നു. ജനുവരി 15-ന് രാവിലെ 8 മണിക്ക് കേസ് വീണ്ടും പരിഗണിക്കും. മകന്റെ മോചനം വേഗത്തിലാക്കാൻ വേണ്ട നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്ന് റഹീമിന്റെ മാതാവ് പറഞ്ഞു. ഇങ്ങനെ വരുമ്പോൾ നീട്ടി കൊണ്ടുപോയി ഇനി നീട്ടാതെ ഒന്ന് കാട്ടി തരുമോ, അല്ലെങ്കിൽ എന്നെ അവിടെ കൊണ്ടിട്ട് കുട്ടി അങ്ങോട്ട് എത്തിച്ചേരോ? ഒറ്റ മോനെ കിട്ടണം, കാണണം, എത്ര വരാനുള്ളൂ. അതിലെന്താ വേണ്ടി വെച്ചാൽ നിശ്ചയം നിങ്ങൾ ആരെ പറഞ്ഞിട്ട് ചെയ്യിച്ചേ. എനിക്ക് എന്റെ കുട്ടീനെ കാണാൻ വർത്താനയ്ക്ക് പറയാനുള്ളൂ. ഇത്ര വേഗത്തിന്റെ കുട്ടീന്റെ കണ്ണിൽ നമുക്ക് എത്തണം. ഇരുഭാഗത്തിന്റെയും അഭിഭാഷകരും നിയമവിദഗ്ധരും ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നു. പബ്ലിക് പ്രോസിക്യൂഷൻ കേസുമായി ബന്ധപ്പെട്ട് നൽകിയ വാദത്തിൽ റഹീമിന്റെ അഭിഭാഷകർ മറുപടി നൽകിയിരുന്നു. കൊലപാതകവുമായി ബന്ധപ്പെട്ട തടവ് അടക്കമുള്ള ശിക്ഷകളിലാണ് ഇനി വിധി വരേണ്ടത്. നിലവിൽ 18 വർഷത്തിലേറെ റഹീം ജയിൽവാസം അനുഭവിച്ചതിനാൽ ഇതൊഴിവാക്കി മോചനോത്തരവ് ലഭിക്കുമെന്നാണ് റിയാദിലെ റഹീം നിയമസഹായ സമിതിയുടെ പ്രതീക്ഷ. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്.